ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ സ്നാക്കുമായിട്ടാണ് പരിപ്പ് വട എന്ന് പറയുന്നത്. പരിപ്പ് വട എൻ്റെ ഉമ്മാൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആക്കുന്ന ഒരു സ്നാക്കാണ്. അതെങ്ങനെ ആക്കുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഇതാക്കി എടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് ചെയ്യുമ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സും കൂടി ഇതിൽ പറയുന്നുണ്ട്. ഇതിനു വേണ്ടി 2 തരം പരിപ്പാണ് ഞാൻ എടുക്കുന്നത്. 1 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെയാണ് എടുക്കുന്നത്, കരിവേപ്പിലെല്ലാം കൂടിയിട്ട്. പിന്നെ ഈ പരിപ്പും ഈ കാണുന്ന പോലെ പച്ചമുളകും ചുവന്നമുളകും കരിവേപ്പിലും കുറച്ച് മല്ലിയില എല്ലാം കൂടിയിട്ട് ആദ്യം ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് ചതക്കണം. 1/2 സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു അര സ്പൂണിൻ്റെ അത്ര ഉപ്പും ചുവന്ന മുളകും എല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്ത് വെക്കുന്നതാണ്. ഈ ഗ്രൈൻഡ് ചെയ്യുമ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ചതച്ചെടുക്കേണ്ട ഒരു പരിപ്പാണ് ഞാനിവിടെ എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ബ്ലെൻഡറിൽ ചെറിയൊരു ബ്ലെൻഡറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കത്തി കൊണ്ട് ചെറുങ്ങനെ മുറിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് എടുക്കാൻ പറ്റുമെന്നെങ്കിൽ അങ്ങനെ നല്ലത്. ഇതിൽ ആക്കുമ്പോൾ ചോപ്പറിലാക്കുമ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് കിട്ടും. അപ്പം ഈ ഉള്ളിയും പച്ചമുളകും പിന്നെ കരിവേപ്പിലയൊക്കെ കൂടിയിട്ട് മല്ലിച്ചപ്പെല്ലാം കൂടിയിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ്. പിന്നെ ഞാൻ ചേർത്തത് ഇവിടെ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ചെറുങ്ങനെ ഒരു പിഞ്ചിൻ്റെ അത്രേ ചേർക്കുന്നില്ലൂ. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. കൈ കൊണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇതിൽ ഒരിറ്റ് വെള്ളം കൂടി ചേർക്കുന്നില്ല. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ ഉള്ളം കൈയിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല പരന്നിട്ട് എത്രത്തോളം പരത്താൻ കഴിയും അത്രയും തിന്നായിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേകാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് പരിപ്പ് വട എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതാണ് എല്ലാവരുമായിട്ട് ഒരു ഡിഫറൻസ് വരുന്നത്, വ്യത്യാസത്തിൽ വരുന്നത്. ചില ആൾക്കാർ മഞ്ഞപ്പരിപ്പ് മാത്രം എടുക്കും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടൈപ്പ് പരിപ്പും, മഞ്ഞയും പിന്നെ ചുവപ്പും കൂടിയിട്ടാണ്, മസൂർ ദാലും തുവർ ദാലും കൂടിയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്നാവുമ്പം അതിൻ്റെ ഉള്ളിൽ വേകാണ്ടിരിക്കും. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല ആ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ചീൻചട്ടിയിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരുന്നു. ചീൻചട്ടി ഉണ്ടെങ്കിൽ, ഇരുമ്പിൻ്റെ ചീൻചട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നല്ല ഒരു വേറെ തന്നെ ടേസ്റ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പട, നേർങ്ങനായിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള പരിപ്പട ഇതായിട്ട് ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ഫ്ലാറ്റായിട്ട് നമ്മൾ ഉള്ളം കൈൻ്റെ ആ ഒരു അമർത്തി കൊടുത്താലുള്ള ഫ്ലാറ്റ്നെസ് ഇല്ല, അത് അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിങ്ങനെ നല്ല മൊരിഞ്ഞ് വരും. അപ്പം പപ്പടം പൊരിക്കുന്ന പോലെ തന്നെ അത്രയും നേർങ്ങനെ ചെയ്താൽ നല്ല നീറ്റായിട്ടുള്ള പരിപ്പട കിട്ടും. പിന്നെ ഇത് വലിയ പാത്രം ഉണ്ടെങ്കിൽ, വലിയ ചീൻചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ എണ്ണം ഒന്നിച്ചിട്ടിട്ട് കുറച്ച് സമയം പിടിക്കുന്നതുകൊണ്ട് വലിയ ചീൻചട്ടി ഉണ്ടെങ്കിൽ അതും നല്ലത്. പിന്നെ കടായി ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. കടായിൽ ഇതിനിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഓയിൽ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ പൊതുവേ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കൽ. ഇപ്പം ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ചില ആൾക്കാർ ഇതിൽ ചിക്കൻ മസാല ഇടും. അപ്പോൾ ഇതിൽ ഞാൻ ചിക്കൻ മസാല ഇട്ടിട്ടില്ല. അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ചിക്കൻ മസാല ഇട്ടല്ല അതിൻ്റെ ഒരു നല്ലൊരു മണവും ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓരോരുത്തർക്ക് ഓരോരോ ടൈപ്പ് പരിപ്പടാൻ ഓരോരാൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക.